പലരും കണ്ടു കാണും ഇന്നലെ ഒരു യുവതി നിവിൻ പോളിക്കെതിരെ രംഗത്ത് വന്നത്. എന്താണ് പുള്ളിക്കാരി നിവിൻ പോളിക്കെതിരെ പറഞ്ഞത്? അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസ്. സാർ, ഇതൊരു കള്ളക്കേസാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം. നിവിൻ പോളിയും പ്രൊഡ്യൂസറായ AK സുനിലും മയക്കുമരുന്ന് കലക്കിയ വെള്ളം നൽകി 3 ദിവസം തന്നെ റൂമിലിട്ട് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ? എന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന്. നിവിൻ പോളി എങ്ങനെയാണ് പരിചയം? ഞാൻ ഈ AK സുനിലുമായിട്ട് ഒരു വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഈ നിവിൻ പോളിയും ഈ ബാക്കിയുള്ളവരും ഈ AK സുനിലിന്റെ ഗുണ്ടകളായിട്ടാണ് അവിടെ വന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. പോലും നിവിൻ പോളി അങ്ങോട്ട് വന്നത്. ഇത്രയും ദാരിദ്ര്യ മനുഷ്യൻ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ ഫേമസ് ആവുന്നില്ല, അവള് പ്രശസ്തി ആവുന്നില്ല, കുപ്രസിദ്ധി ആവുന്നില്ല. അതിന് എന്റെ കോണത്തിനകത്തോട് കയറി അങ്ങ് വലിയ ആളാവാൻ കളിക്കുക. അതായത് ആദ്യം തന്നെ നിവിൻ പോളിയും പ്രൊഡ്യൂസർ ആയിട്ടുള്ള AK സുനിലും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തത് കാരണം നിവിൻ പോളി തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടാമത്തെ പരാതി കൊടുത്തത്. ഇത് ഏത് മൈരത്തിയാന്ന് പോലും എനിക്കറിയത്തില്ല. എങ്ങാണ്ട് പഴുത്ത ജന്മം. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? പ്രമുഖരെ ഹണി ട്രാപ്പിലാക്കാൻ ശ്രമം. കഞ്ചാവ് ദമ്പതികൾ പോലീസ് വലയിൽ കൂട്ടാളികളെ തിരിയുന്നു എന്നൊരു ആണിന്റെയും പെണ്ണിന്റെയും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് ഈ പറഞ്ഞ സജിനി തോമസിന്റെയും ഭർത്താവിന്റെയും ഫോട്ടോയാണ്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ താങ്കളെ മർദ്ദിച്ചു, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ. അതെ, ഞാൻ അങ്ങനെയായിരുന്നു ആദ്യം കൊടുത്തത്. മർദ്ദിച്ചു, പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശാരീരിക പീഡനം ഉണ്ടായി എന്ന പരാതിയിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ശാരീരിക പീഡനം എന്ന് പറയുമ്പോൾ എങ്ങനെയാ മേഡം, നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മളിങ്ങനെ എന്നെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് നമ്മൾ എഴുതി വിടുന്നില്ലല്ലോ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. ശാരീരികമായ ഒരു പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കുമ്പോൾ അത് മെൻഷൻ ചെയ്യാതിരിക്കും. അത് ചെറുതാക്കിയിട്ട് ഉപദ്രവമാക്കി മാറ്റും? ഇല്ലല്ലോ. പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാളും പരാതി കൊടുക്കുമ്പോൾ പീഡിപ്പിച്ചു എന്ന് പരാതിയിൽ മെൻഷൻ ചെയ്യും. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന ആണെങ്കിൽ ഇവർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിവിൻ പോളിക്കെതിരെ ഒരുപാട് കമന്റുകളും പോസ്റ്റുകളും ഇട്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? ഇപ്പതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പീഡന ആരോപണവും കൂടി. അത്രയോ. നിന്റെ കൂടെ ട്രെയിനിൽ വന്ന ഒറ്റ കാരണം കൊണ്ട് നാട്ടുകാർ നാണം കെട്ടാനാണ് ഞാൻ. പോലീസ് അന്വേഷിച്ചിരിക്കുകയാണ്. മറുപടിയും തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ബേസ്ലെസ് ആരോപണമാണെന്നുള്ളത്. എന്തത് മൊത്തത്തിലൊരു ടൈപ്പ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോളാ പാർട്ടികളെ. തല കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ ഇവന്റെ കുടുംബത്തിന്റെ അപമാനം എല്ലാത്തിനും നിന്നെ കൂടെ ഉത്തരം പറയിക്കും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും